ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു നൈറ്റി തുണി കൊണ്ട് ഒരു ടോപ്പ് ചെയ്യുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീനക്ക് വന്നിട്ട് പഫ് സ്ലീവൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുകളിലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ താഴത്തേക്ക് ഇറക്കം എടുത്തിട്ട് നമുക്ക് ഇറക്കം വേണ്ട 42 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അതിൻ്റെ വെച്ച് തയ്യൽ തുമ്പിൽ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 43 അരയിൽ താഴത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എത്ര 14 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടുന്ന് താഴത്തേക്ക് നമ്മൾ ആം ഹോൾ എടുക്കാം കേട്ടോ. ആം ഹോൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കാം. ആം ഹോൾ 6 അല്ല കേട്ടോ, 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് 6ലേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് അവിടുന്ന് ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് അളവ് വരുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. 8.5 ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ തയ്യൽ തുമ്പിന് ഒരു 1.5 ഇഞ്ച് അധികം എടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നതാണ് കേട്ടോ. ഓപ്പണിൻ്റെ ഇറക്കം കുറച്ച് മുകളിലോട്ടാണ് കേട്ടോ, അവരങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഇറക്കം വരുന്നത് ഏകദേശം ഒരു 17 ഇഞ്ചാണ് കേട്ടോ. ഓപ്പൺ ഇറക്കം വരുന്നത് 17 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാനത് 17 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ മുകളിൽ നമുക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ചോടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ അതിൻ്റെ കൂടി കൂട്ടിയിട്ടും ഒരു 17.5 നമ്മൾ ഓപ്പണിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓപ്പണിൻ്റെ അവിടുത്തെ വിടുത്ത് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം തയ്യൽ തുമ്പിന് നമ്മൾ 1 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവിടെ 1 ഇഞ്ച് മതി. കാരണം അവിടുന്ന് താഴത്തേക്ക് നമുക്ക് സൈഡ് മടക്കി അടിക്കാനുള്ളതുകൊണ്ട് 1 ഇഞ്ചേ വേണ്ടു. അധികം തയ്യൽ തുമ്പായാൽ നമുക്കത് മടക്കി അടിക്കാൻ പറ്റില്ല. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുത്തേ. അതിന് ശേഷം താഴത്തെ നോക്കാം. താഴത്തെ വിടുത്തെടുക്കുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. താഴത്തത് 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് നമുക്ക് പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടേ, തയ്യൽ തുമ്പിന് 1 ഇഞ്ചും കൂടി 10 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ സൈഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട്, വലിയ സ്കെയിൽ വെച്ചിട്ട് ആക്കുന്നത് കുറച്ചും കൂടി എളുപ്പം. അതിൻ്റെ സ്കെയിൽ വലുതില്ലാത്തതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തും. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ വിടുത്ത് എടുക്കുന്നത് 3.5 ഇഞ്ച്. ആ 3.5 ഇഞ്ചിൽ നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ എടുക്കുക. എന്നിട്ട് ചെറിയൊരു ബോക്സ് ആക്കി വരക്കുക. ഇതുപോലെ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ഷോൾഡർ ചെരിവ് കൊടുക്കാം. ഇതുപോലെ എടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ എടുക്കാം കേട്ടോ. ആം ഹോള് എടുത്തിട്ട് നമുക്കതിൻ്റെ പകുതി എടുക്കാം. ആം ഹോളിൻ്റെ നേരെ പകുതി എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് നമ്മുടെ ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ബാക്കിലത്തെ ആം ഹോള്. ഇനി ഫ്രണ്ടിലത്തെ ആം ഹോള് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അതിലേ കൂടി വന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ടിലെ ആം ഹോൾ. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ആം ഹോൾ വേറെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ നെക്ക് നോക്കാം. നോർമലായിട്ട് നമ്മുടെ നെക്ക് വീനെക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരല്ലേ അല്ലേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഇങ്ങനെയാണ് വരല്ലേ. പക്ഷെ ഞാൻ കുറച്ചിങ്ങനെ വൈഡായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു ഇങ്ങനെ വൈഡായിട്ട് വരുന്ന മോഡലിൽ ഇങ്ങനെ കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് കൊടുക്കാണ്ട് ചെറിയൊരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ എന്താക്കും, ഫ്രണ്ടും ബാക്ക് 2 മെറ്റീരിയൽ ഒന്നിച്ചുണ്ടല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രണ്ടത്തെ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 11 ഇഞ്ചാണ്. അതിന് വെച്ച് തയ്യൽ തുമ്പിനെ അടക്കം ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 12.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം കേട്ടോ.
അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവ് എത്ര മാർക്ക് ചെയ്ത് നോക്കാം. ചെസ്റ്റ് അളവ് വരുന്നത് 8.5 ഇഞ്ചാണ്. എന്നിട്ട് ആ ഒരു 8.5 ഇഞ്ച് ഞാനിത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടുന്ന് താഴത്തേക്കും ഒരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ശേഷം ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ മുകളിലേ വരാം. ഇത് സെൻറ്ററിലെത്തിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് വരാം. ഇതുപോലെ വരാം. എന്നിട്ട് നമ്മുടെ താഴത്ത് സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 9 കേട്ടോ. 9 പറയുമ്പോൾ ഏകദേശം ഒരു 4.5 വരും. 4.5 മാർക്ക് ചെയ്യാം. അതിന് ശേഷം തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഈ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മുകളിലേക്ക് ചെറുതായിട്ടൊരു ഫ്രില്ല് കൊടുക്കുക, പഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ആ 3 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ആദ്യം വെച്ച് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ചു ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം. ലൈനിങ് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കട്ടി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് അത് മാർക്ക് ചെയ്യാം. എന്നിട്ടത് ഇവിടുന്ന് ആദ്യം 3.5 കൊടുക്കുക. നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. നമ്മൾ വി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി അല്ല കേട്ടോ കൊടുക്കുന്നത്. ചെറിയൊരു ഷേപ്പുള്ള, ഇതിപ്പോൾ സ്ട്രെയിറ്റ് വി ഇങ്ങനെ ഞാൻ ചെറിയൊരു ഷേപ്പോട് കൂടിയിട്ടുള്ള ഒരു വി ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ചെറിയൊരു ഷേപ്പ് വന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു വീതിക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. 3.5 ഇഞ്ചിന് എടുക്കാം. ബാക്കത്തെ കഴുത്തിൻ്റെ ഇറക്കം ഏകദേശം ഒരു 4.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. ബാക്ക് നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനുള്ള റൗണ്ട് വരച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാൻവാസിൽ നമ്മുടെ നെക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ട് ഒരു ഗ്ലേസിങ്ങിലെ വശം ഉണ്ടാകും ക്യാൻവാസിന്. ആ ഒരു വശം മെറ്റീരിയലോട് ചേർന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഈ അറ്റത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശം ഇതുപോലെ പിടിച്ചിട്ട് ഈ സെൻറ്ററിലൊരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ക്യാൻവാസും ഇതുപോലെ സെൻറ്റർ പിടിച്ചിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സെൻറ്റർ ടു സെൻറ്റർ ഇതുപോലെ വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തെ കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കെന്താ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാലൻസ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ട് 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പതിച്ചടിക്കാം കേട്ടോ. നമുക്കിതിലേ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതിന് ശേഷം പതിച്ചെടുത്തതിന് ശേഷം ഞാൻ നല്ല വശത്തേ കൂടി ഒന്ന് അടിച്ചു കേട്ടോ. ഇതുപോലെ കുറച്ച് വിട്ടിട്ട് നല്ല വശത്തെ കൂടി അടിച്ചു. ബാക്ക് വശം ഇതുപോലെ വരുന്നതാണ്. നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാട്ടെ. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെയ്തും ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് എടുക്കാം കേട്ടോ. നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നെക്കടിക്കുക, പിന്നെ പതിച്ചടിക്കുക. അത്ര പോലെ അടിച്ചിട്ട് വരാം.
നമ്മുടെ ബാക്ക് വശത്ത് ഇതുപോലെ ക്യാൻവാസൊക്കെ വെച്ചിട്ട് അതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ ആക്കിയിട്ട് ഇതാ നല്ല വശത്തേക്ക് കൊടുത്തിട്ട് നല്ല സ്റ്റിച്ച് കൊടുത്തിട്ട് പതിച്ച് വരെ അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടില്ലേ ആ ഒരു ഫ്രണ്ട് എടുക്കുക. ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെക്കുക. ഇത് ബാക്കിൻ്റെ നല്ല വശം, ഇത് ഫ്രണ്ടിൻ്റെ നല്ല വശം. നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഇല്ലേ, ഈ ക്യാൻവാസ് ഇങ്ങനെ ബാക്ക് വശത്തേക്കല്ല നമുക്ക് ശരിക്കും പോകേണ്ടത്. അപ്പോൾ ഈ ക്യാൻവാസ് ഇപ്പോൾ നമ്മൾ അടിക്കാത്തതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻവാസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഇതുപോലെ ക്യാൻവാസ് ഇങ്ങോട്ടേക്ക് വിടർത്തി കൊടുത്തിട്ട് ഇവിടെ നമ്മളെ ഫ്രണ്ടിൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് ആ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു 4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ബാക്കിൻ്റെ നല്ല വശത്തേക്കും കൂടി സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് സ്ലീവ് നോക്കാം കേട്ടോ. സ്ലീവ് നമുക്ക് ആദ്യം സ്ലീവിൻ്റെ അടിവശം രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് സ്ലീവിൻ്റെ ഒരറ്റത്ത് നിന്ന് നമുക്ക് അടിച്ചിട്ട് വരാം കേട്ടോ. ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരറ്റത്തുനിന്നേ ഇങ്ങനെ അടിച്ചടിച്ച് വന്നിട്ട് ഈ സെൻറ്ററിലെത്തുന്നതിന് മുന്നേ നമുക്കത് കുറച്ചിങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ബാലൻസും കൂടി ഇതുപോലെ അടിക്കുക. അത് കുറച്ച് പകുതി വരെ അടിക്കുക. എന്നിട്ട് നമുക്കത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം മെറ്റീരിയൽ എത്ര പോലെ ഫ്രില്ല് ഇടാനുണ്ടാവുമെന്ന് മനസ്സിലാവട്ടെ. ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഫ്രിൽസ് ഇടാനുണ്ടാവും. നമുക്ക് അവിടെ തന്നെ അത് ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ മതി. മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വരെ അടിച്ചു. പിന്നെ നമുക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത്ര വരെ അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലിറ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ഇവിടെയൊക്കെ ചുരുങ്ങി മെറ്റീരിയൽ ഒന്ന് ചുളുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ അടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു 4 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. 4 ഇഞ്ച് മടക്കി കൊടുക്കുക. പിന്നെ ആദ്യം അതുപോലെ ഒരു 4 ഇഞ്ചും കൂടി മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ സൈഡിൽ ഇവിടെ ഓപ്പൺ വരുന്നില്ലേ, അതിനേക്കാൾ ഒരു 4 ഇഞ്ച് മുകളിൽ വരെ നമുക്കിതുപോലെ അടിച്ചു കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ നിർത്തി കൊടുക്കാം കേട്ടോ. അവിടെ നിർത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് വശം നമുക്കിതുപോലെ 4 ഇഞ്ച് ആദ്യം മടക്കുക. പിന്നീട് അതിന് ശേഷം 4 ഇഞ്ച് മടക്കുക. അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അത് ഈ ഒരു സൈഡിൽ ആദ്യം ഞാൻ 4 ഇഞ്ച് മടക്കി കൊടുത്തു. പിന്നീട് 4 ഇഞ്ച് മടക്കി കൊടുത്തു. എന്നിട്ട് അത് ഇതുപോലെ ഫുള്ളായിട്ട് മുകളിലോളം ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് കൊടുത്തതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 4 ഇഞ്ച് മടക്കി കൊടുക്കുക. പിന്നീട് 4 ഇഞ്ച് മടക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് താഴത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഡ്രസ്സിൻ്റെ അടിവശം കൂടി മടക്കി എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.